കോന്നിക്കാരുടെ ചിരകാല സ്വപ്നമായ ചിറ്റൂർക്കടവ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. 13 കോടി രൂപ ചെലവിൽ അച്ചൻകോവിലാറിന് കുറുകെ നിർമ്മിക്കുന്ന ചിറ്റൂർക്കടവ് അട്ടച്ചാകൽ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നാളെ വൈകിട്ട് 5-ന് കോന്നി KSRTC മൈതാനിയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. 13 കോടി രൂപ ചെലവിൽ അച്ചൻകോവിൽ നദിക്ക് കുറുകെ ചിറ്റൂർക്കടവിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. നിർമ്മാണ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. എല്ലാ വലിയ വാഹനങ്ങൾക്കും യാത്ര ചെയ്യുവാൻ കഴിയുന്ന നിലയിലാണ് പുതിയ പാലം നിർമ്മാണം നടത്തുന്നത്. നദിയിൽ 5 സ്പാനും കരയിലെ 8 സ്പാനും ഉൾപ്പെടെ പാലത്തിന് 232.15 മീറ്റർ നീളമുണ്ട്. ഇരുവശവും 1.5 മീറ്റർ നടപ്പാത ഉൾപ്പെടെ പാലത്തിന്റെ ആകെ വീതി 11 മീറ്ററാണ്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ചിറ്റൂർ ജംഗ്ഷനിൽ നിന്നും ആധുനിക നിലവാരത്തിൽ ചിറ്റൂർ അമ്പലം ജംഗ്ഷൻ കുമ്പഴ വെട്ടൂർ കോന്നി റോഡിലേക്ക് അപ്രോച്ച് റോഡും പാലത്തിന്റെ ഭാഗമായി നിർമ്മിക്കും. അത് കുറെ കാലമായി എല്ലാവരുടെയും സ്വപ്നമായിരുന്നു. നമ്മുടെ അദ്ദേഹത്തിൻ്റെയൊക്കെ പിതാവ് MLA ആയി, പത്തനംതിട്ട നിയമസഭാ മണ്ഡലത്തിന്റെ MLA ആയി അല്ലേ ഇരിക്കുന്ന ടൈമിൽ അദ്ദേഹം ഏത് 62 നിയമസഭയിൽ ചിറ്റൂർക്കടവ് പാലത്തിന്റെ സബ്മിഷൻ ഉണ്ടായിരുന്നു. 62 സത്യത്തിൽ ആ സമയത്ത് തന്നെ വേണ്ടതായിരുന്നു പാലം. അപ്പോ അത് പിന്നീട് കുറെ കാലമായ ജനങ്ങളുടെ ആവശ്യമായി നിൽക്കുന്നു. ആ ഘട്ടത്തിലാണ് 2016 ഈ തട്ടിപ്പ് നടക്കുന്നത്. ഇത് സത്യത്തിൽ പാലം പണിയാനായിരുന്നില്ല, ജനങ്ങൾക്കെല്ലാം അറിയാം. 2,60,00,000 രൂപയായിരുന്നു അന്ന് വകയിരുത്തിന്ന് പറഞ്ഞ് ടെൻഡർ ചെയ്തത്. ടെൻഡറൊന്നും ചെയ്തിട്ടില്ല, ഒരു ഭരണാനുമതി കൊടുത്തു. അത് പാലം പണിയണമെങ്കിൽ PWD ബ്രിഡ്ജസ് വിഭാഗമാണ് സാധാരണ കേരളത്തിൽ പാലം പണിയുന്നത്. ഇത് ജില്ലാ നിർമ്മിതി കേന്ദ്രം, മര്യാദയ്ക്ക് ഒരു കലിങ്ങിന്ന് വരെ അവർ പണിതാത്തതാണ് പത്തനംതിട്ട ജില്ലാ നിർമ്മിതി കേന്ദ്രം. അത് മന്ത്രിയുടെ സ്വാധീനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവര് ആ സമയത്ത് അങ്ങ് തുടങ്ങി. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേ 2016 ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേ കഴിഞ്ഞു പോവുകയും ചെയ്തു. പിന്നീട് കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കുന്നില്ല, അയാൾ കോടതിയിൽ പോയി, കോടതി നടപടികളും ഒക്കെ ആയിട്ട് പോയി. അതിനുശേഷം MLA ആയതിനു ശേഷം ആദ്യം ഫണ്ടാണ് പ്രശ്നമെങ്കിൽ ബാക്കി ഫണ്ട് നൽകാം എന്ന് പറഞ്ഞ് MLA എന്ന നിലയിൽ ഞാൻ ഫണ്ടിന് അനുമതി കൊടുത്തു, കത്ത് കൊടുത്തു. പക്ഷെ PWD വന്ന് പരിശോധിച്ചപ്പോൾ ഈ പാലം പണിയ പ്രയാസകരമാണ്. അവരന്ന് 3 മീറ്റർ വീതിയിലാണ് പാലം ഉദ്ദേശിച്ചിരുന്നത്. എന്തായാലും ആ ഘട്ടത്തിലാണ് ചിറ്റൂറുകാരുടെ സ്വപ്നം, കോന്നിയുടെയും പത്തനംതിട്ട ജില്ലയിലെയും അയ്യപ്പ ഭക്തർക്കുമെല്ലാം ഗുണകരമാകുന്ന എല്ലാവരുടെയും സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ തന്നെ പണം അനുവദിച്ചു. അതിന്റെ സാങ്കേതിക അനുമതികളെല്ലാം വാങ്ങി ടെൻഡർ നടപടികൾ ആരംഭിച്ചു. പക്ഷെ 2-3 തവണ ടെൻഡർ വിളിച്ചിട്ടും ആരും എസ്റ്റിമേറ്റ് തുകയുടെ ഒരുപാട് തുക അധികരിച്ചായിരുന്നു ടെൻഡർ നൽകിയത്. പിന്നീട് എസ്റ്റിമേറ്റ് നമ്മൾ റിവൈസ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ നമുക്ക് സന്തോഷമാണ്. കാരണം കേരളത്തിൽ ഇദ്ദേഹം പറയുന്നത് 70-ലധികം പാലങ്ങൾ നിർമ്മിച്ചു. കല്ലടയാറ്റിൽ തന്നെ 9 പാലം നിർമ്മിച്ചിട്ടുള്ള നമ്മുടെ അയൽപക്കത്തുകാരനായിട്ടുള്ള പത്തനാപുരംകാരനായിട്ടുള്ള ജോസ് തോമസ് ആൻഡ് കമ്പനിയാണ് പാലം നിർമ്മാണം കരാർ എടുത്തിട്ടുള്ളത്. അത് നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. കാരണം പുള്ളിയെ ഞാൻ അടുത്ത് ഇടപെട്ടതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ കാര്യം എല്ലാ കാര്യത്തിലും വളരെ ആക്റ്റീവായി. ഞാൻ സ്പീഡാകുന്നത് പോലെ അദ്ദേഹവും സ്പീഡാണ്. അപ്പോൾ അത് നമുക്ക് സന്തോഷമാണ്. നിർമ്മാണം പുരോഗമിക്കുന്ന ഐരവൺ പാലത്തിന്റെ നിർമ്മാണം കൂടി പൂർത്തീകരിക്കുന്നതോടെ കോന്നി നഗരം കൂടുതൽ വിപുലീകരിക്കപ്പെടും. മെഡിക്കൽ കോളേജിന്റെ വികസനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഗതാഗത തിരക്കും ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങളും സുഗമമായി സഞ്ചരിക്കുന്നതിന് പാലത്തിന്റെ നിർമ്മാണം സഹായകമാകും. 2016 UDFന്റെ ഭരണ അവസാന കാലത്ത് ചിറ്റൂർക്കടവ് പാലത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയിരുന്നു. റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നും അനുവദിച്ച 2.50 കോടി രൂപ ചിലവിൽ നിർമ്മിതി കേന്ദ്രത്തിന്റെ ചുമതലയിലാണ് പാല നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ നിർമ്മാണം ആരംഭിച്ചു എങ്കിലും നദിയുടെ ഇരുകരകളിലായി 3 തൂണുകളിൽ പാല നിർമ്മാണം ഒതുങ്ങിപ്പോയി. പൊതുമരാമത്ത് പാലം വിഭാഗത്തിന് നിർമ്മാണ ചുമതല കൈമാറാതെ നിർമ്മിതി കേന്ദ്രത്തിന് കൈമാറിയത് മൂലവും പണം ലഭിക്കാതെ വന്നതിനാലും പാലം നിർമ്മാണം നിൽക്കുകയായിരുന്നു. കരാറുകാരന് പണം ലഭിക്കാതെ വന്നതോടെ നിർമ്മാണം നിൽക്കുകയും കോടതി വ്യവഹാരങ്ങളിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് പാലം നിർമ്മിക്കുവാൻ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA 1 കോടി രൂപ അനുവദിച്ചു. എങ്കിലും നിലവിലെ തൂണുകൾ
സുരക്ഷിതമല്ലാത്തതിനാൽ അതിൽ പാലം നിർമ്മിക്കുവാൻ കഴിയില്ല എന്ന വിദഗ്ധ സംഘം റിപ്പോർട്ട് നൽകി. ഇതേ തുടർന്ന് അഡ്വക്കേറ്റ് കെ എ ജിനേഷ് കുമാർ MLA സർക്കാരിനെ സമീപിച്ച് വലിയ വാഹനങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ പറ്റുന്ന പുതിയ പാലം നിർമ്മിക്കുവാൻ അനുമതി തേടുകയും ബജറ്റിൽ തുക അനുവദിക്കുകയുമായിരുന്നു. തുടർ നടപടികളും ടെൻഡറും പൂർത്തിയാക്കി മന്ത്രിസഭയുടെ അംഗീകാരവും നേടിയാണ് ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തിന് കോന്നി നാട് ഒന്നാകെ എത്തിച്ചേരുമെന്നും നിരവധി വികസന പദ്ധതികളും അന്നേ ദിവസം ഉദ്ഘാടനം ചെയ്യുമെന്നും MLA പറഞ്ഞു.